നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കൊറിയൻ ബ്ലാക്ക് കോമഡി ചിത്രമാണ്. ബ്ലാക്ക് കോമഡി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും. എന്നാൽ മനസ്സിലാവാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമയിൽ പലർക്കും പരിക്ക് പറ്റുന്നതായിട്ടും പലരും മരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതെല്ലാം ഒരു തമാശ രൂപത്തിലായിരിക്കും സിനിമയിൽ കാണിക്കുന്നത്. ക്രൂരതകൾ നിറഞ്ഞ ഒരു കോമഡി മൂവി അങ്ങനെ വേണമെങ്കിലും ഈ സിനിമയെ പറയാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഈ സിനിമയെ പറയാൻ പറ്റുക. എന്തായാലും ഈ സിനിമയുടെ ഒരു വള്ളം ഞാൻ പറഞ്ഞുതരാം. ഒരച്ഛനും ഒരമ്മയും അവരുടെ 3 മക്കളും ആ കൊച്ചുങ്ങളുടെ മാമനും അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു മലഞ്ചെരുവിലുള്ള ലോഡ്ജ് വിലക്കെടുക്കും. ആ മല കയറാനായിട്ട് ആളുകൾ വരുമ്പോൾ അവരിവിടെ വിശ്രമിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ചാണ് അവർ ആ ലോഡ്ജ് വിലക്കെടുക്കുന്നത്. എന്നാൽ അവിടേക്ക് വരുന്ന ആളുകൾക്കെല്ലാം എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതെല്ലാം പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 1998 റിലീസ് ചെയ്ത ദ ക്വയറ്റ് ഫാമിലി എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ പെങ്കൊച്ച് ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ചാനലും ക്ലോസ് ചെയ്ത് അവൾ സോഫയിൽ കിടന്ന് മുകളിലേക്ക് നോക്കും. മുകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നുണ്ട്. അവളിപ്പോൾ കിടക്കുന്നത് അവർ വിലക്കെടുത്ത ലോഡ്ജിലാണ്. 13 ദിവസങ്ങൾക്ക് മുന്നെയാണ് അവളുടെ അച്ഛൻ ഈ ഗ്രാമത്തലവൻ്റെ കയ്യിൽ നിന്നും ഈ ലോഡ്ജ് വിലക്ക് വാങ്ങുന്നത്. എന്നാൽ ഈ ലോഡ്ജ് വിലക്കെടുക്കുമ്പോൾ ആ ഗ്രാമത്തലവൻ പറഞ്ഞിരുന്നു ഈ ലോഡ്ജിലേക്കുള്ള റോഡ് ടാർ ചെയ്ത് തരാമെന്ന്. എന്നാലും ഇതുവരെ ആ ലോഡ്ജിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും അതെല്ലാം ചെയ്യുന്നത്. മാമനായിരിക്കും ആ ലോഡ്ജിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, ലോഡ്ജിൻ്റെ പേര് കാണിച്ചു കൊടുക്കുന്ന ബോർഡ് അവിടെ വെക്കുന്നത്. മാമനും ഇതുവരെ കുട്ടിക്കളിയൊന്നും കഴിഞ്ഞിട്ടില്ല. തുള്ളി തുള്ളിയായിരിക്കും തിരിച്ച് ലോഡ്ജിലേക്ക് തന്നെ പോവുക. എല്ലാവരും കാര്യമായിട്ട് ജോലി എടുക്കുകയാണെങ്കിലും മൂത്ത മോളാണെങ്കിൽ ജോലിയൊന്നും എടുക്കില്ല. അവക്കാട് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ പിന്നെ എവിടെയെങ്കിലും മിണ്ടാതിരിക്കുക അതുമില്ല. അവളാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് സൗര്യം കെടുത്തിക്കൊണ്ട് നിൽക്കും. അങ്ങനെ ആളുകൾ മല കയറാൻ വന്നു തുടങ്ങും. ആദ്യം വരുന്നവരെ തന്നെ ലോഡ്ജിലേക്ക് ക്ഷണിക്കാനായിട്ട് എല്ലാവരും ലോഡ്ജിന്റെ മുന്നിൽ കാത്തു നിൽക്കും. കൂടെയാണെങ്കിൽ മാമൻ ഉണ്ടാവില്ല. മാമന് ആവശ്യ സമയത്തൊന്നും കിട്ടില്ല. അച്ഛനാണെങ്കിൽ അതിന് പഴി പറയുന്നുണ്ട്. എന്നാൽ വന്ന ആളുകൾ അവരെ മെയിൻറ്റ് ചെയ്യാതെ ആ മല കയറാനായിട്ട് മുന്നോട്ട് പോകും. അതിനമ്മ പറയും പണ്ടാരങ്ങൾ അവന്മാരുടെ തലയിൽ ഇടുത്തി വീഴട്ടെ. എല്ലാവരും വീട്ടിലേക്കിങ്ങനെ തിരിച്ചു കയറുമ്പോഴാണ് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അമ്മ ഓടിച്ചെന്ന് ഫോൺ എടുക്കുമ്പോൾ ആ ഫോൺ വിളിച്ചയാൾ ചോദിക്കും ഇത് ഡ്രാഗൺ പാലസ് അല്ലേ? അതിനമ്മ ഇത് ഡ്രാഗൺ പാലസ് ഒന്നും അല്ല, ലോഡ്ജ് ആണെന്ന് പറയും. അതിന് അയാൾ പറയും ഞാൻ ചൈനീസ് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് വിളിച്ചാ. അതിനമ്മ ചൈനീസ് ഫുഡ് വേണമെങ്കിൽ നീ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ചോദിക്കടോ, അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചല്ല ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ആ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ വീണ്ടും അവർ ആളുകളെ കാത്തു നിൽക്കും. അവർ ഈ ലോഡ്ജ് എടുക്കുന്ന സമയത്ത് ആ ഗ്രാമത്തലവൻ പറഞ്ഞിരുന്നു, ആ നാട്ടുതലവൻ പറഞ്ഞിരുന്നു ഈ ലോഡ്ജിലേക്കായിട്ട് ഞാൻ റോഡ് ഉണ്ടാക്കി തരാം, റോഡ് ടാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ പേരിൽ നീണ്ട് കിടക്കുകയാണ്. ഇതടുത്തൊന്നും റോഡ് പണി നടക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ടെൻഷനിലായിരിക്കും. ഇനിയിപ്പോൾ റോഡ് ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് ആളുകൾ വരാത്തതെന്ന് അവർ വിചാരിക്കും. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ മൊത്തം ടെൻഷനായിരിക്കും. ഇനിയിപ്പോൾ ഈ ലോഡ്ജ് അടച്ചു പൂട്ടേണ്ടി വരുമോ? അങ്ങനെ അവർ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാവും. അന്നേരം ഉണ്ടാവും അവരുടെ നായ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത്. അച്ഛൻ മെല്ലെ നായയുടെ അടുത്ത് ചെന്ന് ഒരൊറ്റ ചവിട്ടായിരിക്കും. നായ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അച്ഛൻ വീണ്ടും ഇരുന്ന് ഭക്ഷണം കഴിക്കും. പിറ്റേന്ന് മാമനും മക്കളും ആളുകളെ കാത്തിരിക്കുകയാണ്, അതിഥികളെ കാത്തിരിക്കുകയാണ്. മാമനാണെങ്കിൽ ഏറ്റവും ഇളയ കൊച്ചിൻ്റെ ഇളയ പെൺകുട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി കൊല്ലുന്ന കളി കളിക്കുകയായിരിക്കും. അപ്പോഴാണ് ദൂരെ നിന്നും ഒരു അമ്മൂമ്മ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുന്നത്. അവർക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മൂത്ത മകൻ മാമനോടും മോളോടും ഒന്ന് വായ പൂട്ടെന്ന് പറഞ്ഞ് ആ അമ്മൂമ്മ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് നിൽക്കും. എന്നാൽ അമ്മൂമ്മ അവരെയും കടന്നു വന്ന് ലോഡ്ജിന് മുകളിലേക്ക് നോക്കി പറയും എടാ പണ്ടാരെ നീ ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ? നിനക്ക് ആരോ കൂടോത്രം തന്നിട്ടുണ്ട്. നീ ഇങ്ങോട്ടെങ്ങാനും ഇറങ്ങി വരികയാണെങ്കിൽ ഞാൻ നിന്നെ അടിച്ചു കൊല്ലു, എന്നിട്ട് കാർക്കിച്ച് തുപ്പും. ഇവർക്കാണെങ്കിൽ ഇതെന്ത് ചേമ്പാന്ന് മനസ്സിലാവുന്നുമില്ല. അമ്മൂമ്മയാണെങ്കിൽ അതും പറഞ്ഞ് ആ മലക്ക് മുകളിലേക്ക് ചെല്ലും. എന്നാലും പിന്നാലെ ആരോ കടിക്കാനൊക്കെ വരുന്ന പോലെ അമ്മൂമ്മ കളിക്കുന്നുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അനിയത്തി അച്ഛന് കാണിച്ചു കൊടുക്കും. അവളുടെ പേര് മിന എന്നാണ്. ഏറ്റവും ചെറിയ അനിയത്തിയുടെ പേര് മിന എന്നാണ്. അവൾ അച്ഛന് കാണിച്ചു കൊടുക്കാവും ഇന്ന് വന്ന അമ്മൂമ്മ എന്തൊക്കെയാണ് കാണിച്ചതെന്ന്. അവർ പറഞ്ഞെല്ലാം പറഞ്ഞിട്ട് ആ കാർക്കിച്ച് തുപ്പുന്നതും അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കും. അതിന് മാമൻ പറയും നീ അത് മനസ്സിലാക്കിയിട്ടില്ല, അതങ്ങനെയല്ല ചെയ്തതെന്ന് പറഞ്ഞ് ഒന്നുകൂടി വൃത്തിയായിട്ട് കാർക്കിച്ച് തുപ്പി കാണിച്ചു കൊടുക്കും. മിനയാണെങ്കിൽ ചക്കിക്കൊത്ത ശങ്കരനെ പോലെ കാർക്കിച്ച് തുപ്പുന്നത് ശരിയാക്കി പഠിക്കാവും. ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന അച്ഛൻ പറയും നിങ്ങൾ എന്താണോ കളിക്കുന്നത്? ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചാണ് ഇമാരി കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് മാമന്റെ വായിൽ ഒരു ഫുഡും തിരികെ വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്തും മീന ആ കാർക്കിച്ച് തുപ്പുന്ന പ്രാക്ടീസ് ചെയ്യായിരിക്കും. അവൾക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. അതെല്ലാം കണ്ടിട്ട് ചേച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് അവൾ അതെല്ലാം നിർത്തി മുകളിലെ റൂഫിലേക്ക് നോക്കും. അവിടെ എന്തോ ശബ്ദം പോലെ അവൾ കേൾക്കുന്നുണ്ട്. അവയ്ക്കിപ്പോൾ 2-3 ദിവസമായി ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിറ്റേന്ന് രാവിലെ മീന അടുക്കളയിൽ ചെന്ന് അച്ഛനും അമ്മയെയും വിളിച്ച് നമുക്ക് പുതിയ
അതിഥികളുണ്ടെന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുവരും. രണ്ടുപേര് വരുന്നുണ്ട്, കപ്പിളാണ് വരുന്നത്. അവരാണെങ്കിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അവള് പറയും ഒരു ദിവസം കൊണ്ട് ഈ മല കയറി ഇറങ്ങാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത്? അതിനവൻ പറയും മല കയറാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആരോഗ്യം വേണ്ടേ, അതുകൊണ്ട് നമുക്ക് ഈ ലോഡ്ജിൽ കയറിയിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം. അവളാണെങ്കിൽ നീ എന്തെങ്കിലും പണ്ടാരടക്കെന്ന് പറഞ്ഞ് ആ മല കയറാനായിട്ട് പോകും. അന്നേരം അമ്മ ഇടയിൽ കയറിയിട്ട് അവനോട് പറയും നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്, അവൾ ചിലപ്പോൾ തിരിച്ചു വരും, അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ അവളുടെ പിന്നാലെ ചെല്ലും. അതിനമ്മ നീ 100 കൊല്ലം അവളുടെ പിന്നാലെ നടന്നാലും അവളുടെ കൂടെ കിടക്കാൻ നിനക്ക് പറ്റില്ലടാ അത് ശപിക്കും. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകളാണെങ്കിൽ കുറച്ചകലം മാറിയിരുന്ന് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പാട്ട് പാടുകയായിരിക്കും. അതിനച്ഛൻ പറയും ഈ ഭൂമി കൊറിയയിൽ ഇത്രത്തോളം പാട്ടുണ്ടായിരുന്നിട്ടും അവൾക്ക് ഈ പാട്ട് തന്നെ പാടാനേ പറ്റിയുള്ളൂ. അതിനമ്മ പറയും മക്കളല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റൂന്ന് പറയും. അപ്പോഴാണ് കുറച്ച് അകലെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് മൂത്ത മോൻ കാണുക. അവൻ അച്ഛനോട് പറയും ആരോ വരുന്നുണ്ട്. അവർ നോക്കുമ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ് നടന്നു വരുന്നത്. അവർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആ മനുഷ്യൻ നടന്ന് അവരുടെ തൊട്ട് മുന്നിലെത്തും. അവരാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുമില്ല, അയാളാണെങ്കിൽ അതുപോലെ തന്നെ ഒന്നും സംസാരിക്കുന്നില്ല. അമ്മ ചോദിക്കും നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതിന് അയാൾ ചോദിക്കും ഇതൊരു ലോഡ്ജാണോ? ലോഡ്ജാണെങ്കിൽ എനിക്ക് റൂം കിട്ടുമോ? അവരുടെ ലോഡ്ജിൽ റൂം എടുക്കാൻ വരുന്ന ആദ്യത്തെ കസ്റ്റമറാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ബഹുമാനത്തോടെ അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ എല്ലാവരും ആനയിച്ച് അയാളെ റിസപ്ഷനിലെത്തിക്കും. എല്ലാ അതുങ്ങളും ആണെങ്കിൽ അയാളുടെ ചുറ്റും മണിയനീച്ചകളെ പോലെ വളഞ്ഞു നിൽപ്പുണ്ടാവും. അയാളാണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് വട്ടായതാണോ ഉമ്മമാർക്ക് വട്ടായതാണോ എന്നറിയാതെ ആ പേപ്പർ വർക്ക് ചെയ്യായിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 203 റൂമിൻ്റെ കീ എടുത്തു കൊടുക്കും. അന്നേരം മണിനീച്ചകൾ പോയിട്ട് ഇതാവില്ല. അമ്മ എല്ലാത്തിനെയും തള്ളി ഉന്തി മാറ്റിയിട്ട് മുകളിലാണ് മുറിയെന്ന് പറയും. അങ്ങനെ അയാൾ മുകളിലേക്ക് നടക്കുമ്പോൾ എല്ലാ അതുങ്ങളും അങ്ങേർക്ക് എസ്കോട്ടായിട്ട് സ്റ്റെപ്പ് വരെ കൂടെ തന്നെ ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയും അയാൾ തന്ന കാശെല്ലാം എണ്ണി നോക്കിയായിരിക്കും. റൂമിനായിട്ട് അയാൾ 30,000 വോണാണ് കൊടുത്തത്. കൂടെ തന്നെ 10,000 വോണിന് 3 ബിയർ ഓർഡർ ചെയ്തിരുന്നു. എന്നാൽ അത് കൊണ്ടു ചെന്നത് മൂത്ത ചെക്കനായിരുന്നു, മൂത്ത മോനായിരുന്നു. എന്നാൽ അയാൾ അവൻ 1000 വോണായിരിക്കും ടിപ്പ് കൊടുത്തിട്ടുണ്ടാവുക. അതിന് അച്ഛൻ പറയും ഒരു പിച്ചക്കാരൻ പോലും ഇതിലും അധികം ടിപ്പ് കൊടുക്കും. അച്ഛനും അമ്മയും ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ ചർച്ചയിലായിരിക്കും. അതേ സമയത്ത് മാമനും മോനും ഉറങ്ങാൻ കിടക്കുമ്പോൾ മോൻ ചോദിക്കും അയാൾക്ക് എന്തോ ഒരു പെശകില്ല, എനിക്ക് നല്ല സംശയമുണ്ട് അയാളെ. മാമനാണെങ്കിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ഉറക്കം വരാതിരിക്കാൻ ആടി കളിക്കായിരിക്കും. മാമൻ പറയും എനിക്ക് യാതൊരു പ്രശ്നം അയാളെ കണ്ടിട്ട് തോന്നുന്നില്ല. അതിനവൻ ബിയറുമായിട്ട് അയാളുടെ റൂമിൽ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ അയാൾക്ക് ബിയറും കൊടുത്ത് ബാക്കി കാശും കൊടുത്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ആ കാശ് കയ്യിൽ വെച്ചോ, നിനക്ക് തന്നെ ഉപകാരം വരും. എന്നാലും എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ആ റൂമിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ മറഞ്ഞു നിന്ന് പറഞ്ഞു എനിക്കിപ്പോൾ സമാധാനമാണ് വേണ്ടത്, ഏകാന്തത, അതാണ് എനിക്ക് ആവശ്യം. മോൻ മാമനോട് പറയും അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഉറപ്പാണ്. അതിന് മാമൻ പറയും ചിലപ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും നമുക്കെല്ലാവർക്കും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, അല്ലാതെ വേറൊന്നും വരാൻ വഴിയില്ല. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് മിനയാണെങ്കിൽ മുകളിലത്തെ മുറിയിൽ നിന്ന് പുതിയ താമസക്കാരൻ വന്ന മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആ മുറിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അവർ കൊടുത്ത കീയുടെ കീച്ചേന് അയാൾ മുറിച്ചിട്ട് അതിന് മൂർച്ച കൂട്ടുമായിരിക്കും. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി ഇവരെ എല്ലാവരെയും കശാപ്പ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പിറ്റേന്ന് ഉച്ചയായിട്ടും അയാൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവില്ല. അയാൾ വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അമ്മ പറയും അയാൾക്കാണെങ്കിൽ വിശപ്പുമില്ലേ, ഒന്ന് ഇറങ്ങി വന്നൂടെ അയാൾക്ക്. അച്ഛനാണെങ്കിൽ എന്തായാലും ഒന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ആ റൂമിനടുത്ത് ചെന്ന് ഡോറിന് മുട്ടുമ്പോൾ അകത്തിന്നാണെങ്കിൽ സംസാരിക്കുന്നൊന്നുമില്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. മൂത്ത മോനോട് സ്പെയർ കീ എടുത്ത് വരാൻ പറയും. അങ്ങനെ രണ്ടുപേരും തുറക്കുമ്പോൾ റൂമിൽ വെളിച്ചമൊന്നുമില്ല. സ്വിച്ച് ഇട്ട് നോക്കുമ്പോഴും അകത്ത് കറണ്ടൊന്നുമില്ല. രണ്ടുപേരും ജനലിന്റെ കർട്ടൻ നീക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മൂത്ത ചക്കൻ എന്തിലോ ഒന്ന് വഴുതി താഴെ വീഴും. അച്ഛൻ കർട്ടൻ മാറ്റി അകത്തേക്ക് വെളിച്ചം വരുമ്പോഴാണ് കാണുക അവൻ വഴുതി വീണിരിക്കുന്നത് ചോരയിലാണ്, ചോരക്കളത്തിലാണ്. അവർ രണ്ടുപേരും എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ ആ കട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അവര് പേടിച്ച് ആ പുതപ്പ് മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാവുക അയാൾ ആ കീച്ചേൻ വെച്ച് അയാളുടെ നെഞ്ച തന്നെ കുത്തിയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. മകൻ ഓടിച്ചെന്ന് അമ്മനെയും മാമനെയും വിളിച്ച് വീട്ടിലേക്ക് ഓടി കയറുമ്പോൾ പെമ്മക്കളാണെങ്കിൽ പുറത്തുനിന്ന് ഇത് കാണുന്നുണ്ട്. അവരാണെങ്കിൽ വിചാരിക്കും ഇതെന്തിനാപ്പോൾ ഇവരെല്ലാവരും കൂടി വീട്ടിലേക്ക് ഓടി കയറുന്നത്. അങ്ങനെ എല്ലാവരും റൂമിലെത്തുമ്പോൾ ഇത് കണ്ട് പേടിക്കുന്ന മാമൻ പറയും നമുക്ക് പോലീസിനെ വിളിച്ചാലോ. അതിനച്ഛൻ പറയും പോലീസുകാരൊന്നും വിളിക്കണ്ട, ഇനി അഥവാ ഇതൊരു ആത്മഹത്യ അല്ലെങ്കിലോ. അതിനമ്മ പേടിച്ച് പറയും എന്നാൽ പിന്നെ നമുക്ക് ഇയാളുടെ ബാഗെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, എന്തെങ്കിലും കത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അവർ അയാളുടെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലാണെങ്കിൽ കത്തുകളൊന്നുമില്ല. കൂടെ തന്നെ അയാളുടെ പേഴ്സും കാണുന്നില്ല. അതിനമ്മ പറയും അയാൾ വരുമ്പോൾ അയാളുടെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു, അതിലാണെങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടതാണ്. അങ്ങനെ എല്ലാവരും ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ അമ്മ പറയും നമ്മൾ എന്തിനാ വെറുതെ പേടിക്കുന്നേ, നമുക്ക് പോലീസിനെ അറിയിച്ചാൽ പോരെ, നമ്മൾ ഇയാളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനച്ഛൻ ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുകയോ. കൂടെ തന്നെ അയാളുടെ പേഴ്സും കാണുന്നില്ല, ഒരു കത്തുമില്ല. ഇനിയിപ്പോൾ അഥവാ ഇതൊരു ആത്മഹത്യയാണെങ്കിൽ തന്നെ ഒരു ദുർമരണം നടന്ന ലോഡ്ജിലേക്ക് ആരെങ്കിലും താമസിക്കാൻ വരുമോ? അത് കേൾക്കുമ്പോൾ തന്നെ മാമൻ ഞാൻ താമസിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് കരയും. അച്ഛൻ വായ പൂട്ടാനും പറഞ്ഞ് മൂത്ത മോനോട് താഴെ ചെന്നിട്ട് തൂമ്പയും ബാഗും എടുത്തുകൊണ്ട് വരാൻ പറയും. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ തൂമ്പ എടുത്തിട്ട് നമുക്ക് കറിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഈ ബോഡി കുഴിച്ചിടാൻ പോകണടാ മണ്ട,
അങ്ങനൊന്നും പറയുന്നില്ലെങ്കിലും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ മോൻ ബാഗും കൊണ്ടുവന്ന് അവരെല്ലാവരും കൂടെ ആ ബോഡി കവറിലാക്കിയിട്ട് ആ ബാഗിലാക്കിയിട്ട് താഴേക്ക് കൊണ്ടുവരും. അവിടെ നിന്നൊരു വണ്ടിയിലിട്ട് ഒരു ഉന്തു വണ്ടിയിലിട്ട് അവർ കാട്ടിലൂടെ എങ്ങോട്ടോ പോവായിരിക്കും. അവർ പകൽ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. എവിടെയോ കുഴിച്ചിടാനായിട്ട് പോവുകയാണ്. കുറച്ചകലെ ഒരു സ്ഥലത്ത് അവരൊരു കുഴി ഉണ്ടാകും. എന്നാലും കുഴിക്ക് ആവശ്യത്തിന് ആഴമൊന്നുമില്ല. എന്നാലും ബോഡി വെക്കുമ്പോൾ അതാണെങ്കിൽ അതിലിറങ്ങി നിൽക്കുന്നുമില്ല. മാമനും മോനും കൂടെ രണ്ട് സൈഡിൽ നിന്നും ബോഡി പിടിച്ച് മടക്കിയിട്ട് മണ്ണിട്ട് മൂടിക്കളയും. അങ്ങനെ തിരിച്ച് അവർ രാത്രിയായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. എല്ലാവർക്കും നല്ല പേടിയായിരിക്കും. അവർ വീട്ടിലെത്താൻ നേരമാകുമ്പോൾ മകൾ ഓടി വന്ന് പറയും, അമ്മേ ഓടി വായോ, നമുക്കൊരു അതിഥിയുണ്ട്. അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ നേരത്തെ മല കയറാൻ പോയ ആ കപ്പിൾസ് ആയിരിക്കും അത്. അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവളോട് ഇന്നൊരു ദിവസം ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നതാണ്. അമ്മ അവരെയും വിളിച്ച് താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കും. കുടിക്കാൻ എന്തെങ്കിലും സാധനം കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും വേണ്ട, ഇനി എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിച്ച് ഈ ഏരിയയിലേക്ക് വരിക വേണ്ടെന്ന് പറയും. അതിനമ്മ ഞാൻ ഈ ആഴ്ചയിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും മോശം തമാശയാണിതെന്നും പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം മരിച്ചയാൾ കിടന്നിരുന്ന മുറിയുടെ ഡോർ ലോക്കിനടുത്ത് ചോര പറ്റി കിടക്കുന്ന കാണും. അമ്മ അത് കൈകൊണ്ട് തുടയ്ക്കാൻ നോക്കുമ്പോഴും പോകുന്നൊന്നുമില്ല. കുറച്ച് നാവിലൊക്കെ തേച്ച് തുപ്പലൊക്കെ ആക്കി ഒരതി അമ്മ അതങ്ങനെ പോക്കും. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛനാണെങ്കിൽ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. കാര്യം അമ്മക്കും അറിയാം, മൂത്ത മകനോട് അച്ഛൻ എന്തിനോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ പറയും, നമ്മുടെ വിധി മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങൾ എന്തിനാണ് അവനോട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയത്? അതിനച്ഛൻ പറയും, ആ മരിച്ച ആളുടെ മുറിയിലേക്ക് അവസാനം പോയത് അവനാണ്. പോലീസുകാർ വരികയാണെങ്കിൽ അവസാനം അയാളെ കണ്ടയാളാണ് ചോദ്യം ചെയ്യുക. പിന്നെ കേസിനും ഗുലുമാലിനും ഒക്കെ പിന്നാലെ നടന്ന് ഈ ലോഡ്ജ് പൂട്ടിപ്പോവും. നിനക്കതാണോ വേണ്ടേ? രാത്രി കിടക്കാൻ നേരത്ത് മാമനോട് മോൻ പറയും, എനിക്ക് ഉറപ്പാണ് അയാൾ ആത്മഹത്യ ചെയ്ത് തന്നെയാണ് മരിച്ചത്. അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു വശപ്പശക് തോന്നിയതാണ്. മാമനാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നുമില്ല. അവൻ ആ പുസ്തകം മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാവുക മാമൻ ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് മുകളിലത്തെ നിലയിലേക്ക് ചെല്ലും. അപ്പം ഉണ്ടാവും ഉറങ്ങിക്കിടക്കുന്ന മാമന്റെ കണ്ണ് തുറക്കുന്നു. അങ്ങേര് ശരിക്കും ഉറങ്ങിയിട്ടില്ല, അവനെ പറ്റിച്ചതാണ്. അവന്റെ പിന്നാലെ തന്നെ മാമന് ചെല്ലും. മോന് മുകളിലെത്തിയിട്ട് കപ്പിൾസ് വന്ന് കയറിയ റൂമിന്റെ ആ ഡോറിന് ചെവി വെച്ച് നോക്കും. അകത്തിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ സ്പെയർ കീ വെച്ച് ആ ഡോർ മെല്ലെ തുറന്ന് നോക്കുമ്പോൾ ആ കപ്പിൾസ് അവരെന്തോ ഒരു കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. വസ്ത്രമെല്ലാം മാറ്റിയിട്ട് എന്തോ ഒരു കലാപരിപാടിയാണ്. അവരാ കലാപരിപാടിയിൽ ആസ്വദിച്ച് ലയിച്ചിരിക്കുകയാണ്. അവനും ഇത് കണ്ടിട്ട് ആസ്വദിച്ച് നോക്കി നിൽക്കും. പെട്ടെന്ന് മാമൻ അവന്റെ ചെവി പിടിച്ച് തിരിച്ച് അവൻ എഴുന്നേൽപ്പിച്ച് മെല്ലെ അവിടുന്ന് കൊണ്ടുവരും. പിറ്റേന്ന് രാവിലെയും ആദ്യത്തെ ആൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും. ഇവരും ഇതുവരെ വെക്കേറ്റ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും വീണ്ടും സംശയം തോന്നിയിട്ട് അവർ തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവരവിടെ മരിച്ചു കിടക്കുകയാണ്. അച്ഛൻ മാമനോടും മോനോടും ആ ബാഗുകളെടുത്ത് വീണ്ടും വരാനായിട്ട് പറയും. എന്തായാലും അവർ മരിച്ചിരിക്കുന്നത് വിഷം അകത്ത് ചെന്നാണ്. അവരുടെ തൊട്ടടുത്ത് തന്നെ ആ വിഷത്തിന്റെ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. അവരെന്തിനാണാവോ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അവരാദ്യത്തെ പോലെ തന്നെ അവരുടെ ബോഡിയെല്ലാം കവർ ചെയ്തിട്ട് ആ കാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണെങ്കിൽ കുഴിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കാമുകിയുടെ ബോഡിയായിരിക്കും ആ മണ്ണിലേക്ക് വെക്കുക. അന്നേരം മാമൻ എന്തോ ഒരു സംശയം വന്ന് ആ ബോയ് ഫ്രണ്ടിന്റെ കാമുകന്റെ കവറും എല്ലാം നീക്കി നോക്കുമ്പോൾ അവന് പെട്ടെന്ന് കണ്ണു തുറന്ന് അലറി വിളിക്കാൻ തുടങ്ങും. അവന്റെ വായാണെങ്കിൽ പൊത്താനും പറ്റുന്നില്ല. അവന്റെ വായന്ന് എന്തൊക്കെയോ തെറിച്ച് വരുന്നുണ്ട്. എന്തൊക്കെയോ അവൻ ഛർദ്ദിക്കുന്നുണ്ട്. അവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അച്ഛന് മനസ്സിലാവും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. ആ തൂമ്പെടുത്ത് അവന്റെ തലമണ്ടക്കിട്ട് ഒരൊറ്റ അടിയായിരിക്കും. ആ അടി തന്നെ അവൻ താഴെ വീഴും. മരിച്ചോ ബോധം പോയോ രണ്ടും മനസ്സിലാവുന്നില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അവൻ എഴുന്നേറ്റ് വീണ്ടും വരാൻ തുടങ്ങും. ഒരു സോംബിയെ പോലെ ആയിരിക്കും അവൻ വരിക. അവൻ വേച്ച് ആ കുഴിയുടെ അടുത്തെത്തി ഒരൊറ്റ വീഴ്ചയായിരിക്കും അതിലേക്ക്. കാമുകിയുടെ മേലേക്ക് തന്നെ ആയിരിക്കും അവൻ വീഴുക. അവനും അവിടെ വീണ് മരിച്ചു കഴിഞ്ഞു. അവരിപ്പോൾ ഒരു കൊലപാതകം ചെയ്തു. ഇനി നോക്കി നിന്നിട്ടൊന്നും കാര്യമല്ല. അവരാ കുഴി മൂടിയിട്ട് തിരിച്ചു പോരും. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെൺമക്കൾ ഒഴിച്ച് ബാക്കി ആരൊന്നും സംസാരിക്കുന്നില്ല. അവർക്കാണെങ്കിൽ ഇവരെന്താ മിണ്ടാതിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോഴാണ് അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. മൂത്ത മകള് ആ ഫോൺ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കും. അച്ഛനാണെങ്കിൽ പേടിയായിരിക്കും അതെടുക്കാൻ. പോലീസാണോ എന്ന് അറിയില്ല. ഫോൺ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവർക്ക് ഈ ലോഡ്ജ് വിറ്റ ആ ഗ്രാമത്തലവൻ പാർക്കാണ് വിളിക്കുന്നത്. അയാൾ പറയും, നിങ്ങൾ റോഡ് പണി തുടങ്ങില്ല എന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട. മിക്കവാറും നാളെ തന്നെ ജോലി തുടങ്ങാനുള്ള എല്ലാ പരിപാടിയും ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനച്ഛൻ ചോദിക്കും, റോഡ് പണി ഇത്രയും പെട്ടെന്ന് തുടങ്ങുകയാണോ? ഇത്രയും പെട്ടെന്ന് വേണമായിരുന്നോ? അതിന് പാർക്ക് ചോദിക്കും, ഇത്രയും പെട്ടെന്നായതിലെന്താ പ്രശ്നം? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനച്ഛൻ, പ്രശ്നമൊന്നുമില്ല, നാളെ തന്നെ തുടങ്ങട്ടെ, നല്ല കാര്യമെന്ന് പറയും. അച്ഛൻ അമ്മയോട് പറയും, റോഡ് പണി നാളെ തന്നെ തുടങ്ങാൻ പോവാണ്. അതിനമ്മ, എന്നാ പിന്നെ നമുക്ക് അത് അവിടെ നിന്ന് മാറ്റണ്ടേ? അതിന് പെമ്മക്കൾ പറയും, നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ മാമനും മക്കളും ഒരുമിച്ചിരുന്ന് TV കാണുകയായിരിക്കും. TV-യിൽ പറയുന്നത് നോർത്ത് കൊറിയന്ന് സൗത്ത് കൊറിയയിലേക്ക് കുറെ ചാരന്മാർ കയറി വന്നിട്ടുണ്ട്. അവരുടെ മുങ്ങിക്കപ്പൽ പിടിച്ചെടുത്തു. എന്നാൽ ഇതുവരെ ആ ചാരന്മാരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ അത്ഭുതമായിരിക്കും. കുറെ ആളുകൾ മല കയറാനായിട്ട് വരുന്നുണ്ട്. അതിൽ കുറച്ച് ആളുകൾ അവരുടെ ലോഡ്ജിലേക്കും വരുന്നുണ്ട്. മൂത്ത മോള് അവിടെ വന്നിരിക്കുന്ന 2 പേർക്ക് ബിയർ വെച്ച് കൊടുക്കാനായിട്ട് ചെന്ന് ആ ബിയർ അവിടെ വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വീണു പോകും. അപ്പോൾ തന്നെ അവനും അത് പിടിച്ച് അവർ തമ്മിൽ
തമ്മിൽ പരസ്പരം ഒന്ന് നോക്കി ചെറുതായിട്ടൊന്ന് ചിരിക്കും. ചിരിച്ചിട്ടൊന്നുമില്ലെങ്കിലും പരസ്പരം അവരെന്തോന്ന് കൈമാറിയിട്ടുണ്ട്, എന്തോ ഒരു ഇഷ്ക് അവർ തമ്മിലുണ്ട്. അങ്ങനെ അമ്മയും പുതിയ ആളുകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ പുതിയ 2 കപ്പിൾസ് അങ്ങോട്ട് വരുന്നുണ്ടാവും. അവർ പറയുന്നത് ഞങ്ങൾ ഈ മല കയറാനായിട്ട് വന്നതാണ്, എന്നാൽ 1-2 മണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് റൂം കിട്ടണം. അമ്മ മൂത്ത മോനെ വിളിച്ച് അവർക്ക് വേണ്ട റൂം കാണിച്ചു കൊടുക്കാൻ പറയും. അവൻ ആ റൂം കാണിക്കുമ്പോൾ തന്നെ ആ റൂമിന്റെ ക്യാഷ് 30,000 വോൺസ് ചോദിക്കും. അതിനവൻ പറയും അതിച്ചിരി കൂടുതലല്ലേ, ഞാനാണെങ്കിൽ ഇതിനു മുന്നേ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതിനവൻ പറയും ഇതിനു മുന്നേ താമസിച്ചിട്ടുണ്ടെങ്കിലും 30,000 വോൺ തന്നെയാണ് കാശ്. അവൻ എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് 30,000 വോൺസ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ റൂമിൽ നിന്ന് ഇറങ്ങി അവർ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ആ ഡോറിൽ ചെവി വെച്ച് നോക്കും എന്തെങ്കിലും അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടോന്ന്. അവന് തിരക്കാണ് എന്തെങ്കിലുമൊക്കെ കേൾക്കാനായിട്ട്. എന്നാൽ അകത്ത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനോട് ചോദിക്കും നിനക്ക് ചൂടെടുക്കുന്നുണ്ടോ, ഇവിടെ നല്ലപോലെ ചൂടെടുക്കുന്നുണ്ടല്ലോ. അതിനവള് പറയും എനിക്കൊന്നും ചൂടെടുക്കുന്നില്ല. എന്നാൽ അവൻ സമ്മതിക്കില്ല. നിനക്ക് ചൂടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സ് ഊരാനായിട്ട് തുടങ്ങും. അതിനവൾ എനിക്ക് ചൂടെടുക്കുന്നില്ലടോ, എന്നൊന്ന് വിടടോ എന്ന് പറയും. അതിനവൻ പറയും നിനക്ക് ചൂടെടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇതിപ്പോൾ അത്യാവശ്യമാണ്. അങ്ങനെ 2 പേരും കലാപരിപാടിയിലേക്ക് കടക്കും. അങ്ങനെ താഴെ എത്തുന്ന ചേട്ടനെന്ന് വെച്ചാൽ ആ പെമ്മക്കളുടെ ചേട്ടനും മാതാപിതാക്കളുടെ മകനും. അവനെ ഞാൻ ചേട്ടൻ മകൻ ഇങ്ങനെ 2 പേരും വിളിക്കുന്നുണ്ട്. ആരും കൺഫ്യൂഷൻ ആവണ്ട, രണ്ടും ഇവൻ തന്നെയാണ്. അവൻ റിസപ്ഷനിലുള്ള ഫോണിൽ നിന്ന് കപ്പിൾസ് കയറിയ റൂമിലേക്ക് കോൾ ചെയ്യും. അവനാണെങ്കിൽ അതിൻ്റെ ഇടയിലായിരിക്കും ഫോൺ എടുക്കുന്നത്. ചേട്ടൻ പറയും നിങ്ങൾ ഫോൺ തിരിച്ച് റിസീവറിൽ വെക്കരുത്, നിങ്ങളുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനത് ശരിയാക്കി തരാം, നിങ്ങൾ ഫോൺ പുറത്തെവിടെയെങ്കിലും വെച്ചാൽ മതി. ബോയ് ഫ്രണ്ടിനാണെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല. അവൻ അതുകൊണ്ട് തന്നെ ആ കട്ടിലിൽ തന്നെ ഫോൺ വെക്കും. എന്നാൽ അവരവിടെ ഉണ്ടാക്കുന്ന പരാക്രമങ്ങളുടെ ശബ്ദം മുഴുവനും ഇവിടുന്ന് ഫോണിൽ കൂടെ ചേട്ടൻ കേൾക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴായിരിക്കും അച്ഛൻ അതുവഴി വരുന്നത്. അവനെ കാണുമ്പോൾ എന്താണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചാന്നും പറഞ്ഞ് ഫോൺ അവിടെ വെക്കും. അതിന് നിനക്ക് കൂട്ടുകാരനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് അച്ഛൻ അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ സമയം വൈകുന്നേരമായി. റൂമിലേക്ക് കയറിപ്പോയ കപ്പിൾസ് ഇപ്പോഴായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അമ്മ ചോദിക്കും നിങ്ങൾ ഇത്രയും നേരം വൈകിയോ, ഇനി മല കയറാനായിട്ട് പോകുന്നുണ്ടോ? അതിനവൻ പറയും ഞങ്ങൾ സംസാരിച്ചിരുന്ന് നേരം പോയൊന്നും അറിഞ്ഞില്ല, ഇനി മല കയറാൻ പോകൊക്കെ അടുത്ത പ്രാവശ്യം ആക്കാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങാൻ ഒരുങ്ങും. എന്നാൽ അപ്പോൾ അവൻ കീശേന്നൊരു പേഴ്സ് എടുത്ത് പറയും ഈ പേഴ്സ് ഞങ്ങൾക്ക് ആ റൂമിൽ നിന്ന് കിട്ടിയതാണ്, ചിലപ്പോൾ ഇതിന് മുന്നേ വന്ന കസ്റ്റമറുടെ എങ്ങാനും ആയിരിക്കും, എന്തായാലും ഇതിൽ കാശൊന്നും ഇല്ലായിരുന്നു, ഇത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കുകയാണ്. ആ പേഴ്സ് കിട്ടുമ്പോൾ തന്നെ അമ്മയുടെ കണ്ണ് വെള്ളറി വരും. അവരെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ച് അപ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അമ്മ കാര്യം പറയാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ അച്ഛനാണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഡോറും തുറന്ന് അങ്ങയുടെ കൈ കൊടുത്ത് കാര്യം പറയും. എന്നിട്ട് മാമൻ്റെയും മോൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവരാണെങ്കിൽ പുറത്ത് ജോലി ചെയ്യാം, കയ്യിൽ കത്തിയും കൊടുവാളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അമ്മ അവരോടും കാര്യം പറയും. ഇപ്പം 2 പേര് വന്നിരുന്നു, അവർ ഈ പേഴ്സും തന്നു പോയിട്ടുണ്ട്, അവരെ പെട്ടെന്ന് തന്നെ ചെന്ന് പിടിക്കണം. മാമനും മോനും നോക്കുമ്പോൾ അവർ 2 പേരും കുറേ താഴെ എത്തിയിട്ടുണ്ട്. അവർ ദൂരെ നിന്ന് നിൽക്കണേന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നാൽ താഴേന്ന് അവർ കാണുന്നത് മോളിൽ നിന്ന് കോടാലിയും കൊടുവാളുമായിട്ട് അവരിവരെ അടിക്കാനായിട്ട് വരുന്നതാണ്. എന്നാൽ ബോയ് ഫ്രണ്ട് പറയും നമ്മൾ ആ റൂമിൽ വെച്ച് കാണിച്ച പരാക്രമണങ്ങളെല്ലാം അവർ മനസ്സിലാക്കി, നമുക്കിവിടുന്ന് വേഗം തന്നെ ഓടി രക്ഷപ്പെടാം. അങ്ങനെ അവരെ ഓടിക്കഴിയുമ്പോഴാണ് മാമനും മോനും കൂടെ അവിടെ എത്തുക. മോൻ പറയും അവരിങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണും, എന്തായാലും നമുക്ക് അവരെ പിടിക്കണമെന്നും പറഞ്ഞ് അവർ 2 വഴി തിരിഞ്ഞ് അവരെ പിടിക്കാനായിട്ട് ഓടും. കുറച്ചകലെ എത്തുമ്പോൾ മാമൻ പിന്നിലൂടെയും മോൻ മുന്നിലൂടെയും വന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അവർ 2 പേരും മുട്ടിൽ നിന്ന് അവർക്ക് കാശ് എടുത്തു കൊടുക്കും. ഈ കാശ് ആ പേഴ്സിൽ ഉണ്ടായിരുന്നുള്ളൂ, എന്നോട് ക്ഷമിക്കണം, സോറി. എന്നാൽ ഈ പേഴ്സിൽ നിന്ന് പോയ കാശിനെ കുറിച്ചൊന്നും മാമനും മോനും അറിയില്ല. എന്നാൽ ഇവർ വിചാരിക്കുക ആ കാശ് എടുക്കാനാണ് അവരിപ്പോൾ ഇവരെ പിടിക്കാനായിട്ട് വന്നതാണ്. എന്നാൽ മാമനും മോനും വിചാരിക്കുന്നത് അവർ രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് പൈസ കൊടുക്കാമെന്നാവും. എന്തായാലും പൈസ കിട്ടിയില്ലേ, ആ പൈസയായിട്ട് അവർ തിരിച്ച് ലോഡ്ജിലേക്ക് തന്നെ വന്ന് ആ ക്യാഷ് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അന്നേരമാണ് നേരത്തെ മൂത്ത മോളോട് ചെറുതായിട്ടൊന്ന് കണ്ണും നോക്കി ഒരു ഇഷ്കിട്ട മനുഷ്യനിലായിരുന്നോ അങ്ങനെ മല കയറിയിട്ട് തിരിച്ചു വരുന്നത്. കൂടെ തന്നെ ഒരു കുള്ളൻ ചേട്ടനും ഉണ്ട്. അവരങ്ങോട്ട് കയറുമ്പോൾ തന്നെ മൂത്ത മോളായിരിക്കും കാണുക. കൂടെ തന്നെ അമ്മയും ചോദിക്കും നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അതിനാ ജാക്കറ്റുകാരൻ പറയും എന്തായാലും ഇവിടം വരെ എത്തിയല്ലേ, ഇന്ന് ഇവിടെ താമസിച്ചിട്ട് പോവാ, കുടിക്കാനായിട്ട് 2 ബിയർ എടുത്തോളൂ. രാത്രിയാകുമ്പോൾ ആ കുള്ളൻ ചേട്ടനെ ജാക്കറ്റുകാരൻ മൂക്കറ്റം കുടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബോധം പോകാൻ നേരത്ത് പറയും നീ എന്നെ ഇങ്ങനെ കുടിപ്പിച്ച് എൻ്റെ ബോധം പോക്കിയും നീ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ എന്തോ ഒന്ന് നടക്കാൻ പോകുന്നുണ്ട്. മൂത്ത മോളാണെങ്കിൽ ആ ജാക്കറ്റുകാരനെ ആകർഷിക്കാനായിട്ട് താഴെ വീടിന് പുറത്ത് വന്ന് ഒച്ചയിൽ പാട്ട് പാടുന്നുണ്ടാവും. എനിക്ക് 17 വയസ്സാണ്, ഞാൻ സുന്ദരിയാണ് എന്നൊക്കെയാണ് പാട്ടിന്റെ വരികൾ. അതും കേട്ടോണ്ട് ജാക്കറ്റുകാരൻ വീടിന് പുറത്തേക്ക് വരുമ്പോൾ അവളെ മുന്നിൽ കാണും. അറിയാത്ത പോലെ നിങ്ങൾ ഇവിടെയുള്ള ആളല്ലേ, നിങ്ങൾ ഇവിടെയുള്ള സുന്ദരി കൊച്ചല്ലേ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വന്നിരിക്കും. കൂടെ തന്നെ അവൾ പാടിയ പാട്ട് ഏത് സിനിമയിലാണെന്നും ആരാണ് പാടിയതെന്നും ഏത് വർഷമാണെന്നും അവളോട് പറഞ്ഞു കൊടുക്കും. കലയിലൊക്കെ കുറച്ച് വിവരമുള്ളൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ സംസാരിച്ചിരിക്കാനായിട്ട് ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. അങ്ങനെ അവർ സിനിമയെയും പാട്ടിനെയും കുറിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കും. എന്നാൽ ഈ ജാക്കറ്റുകാരൻ്റെ മോന്തം വന്ന് ഒരു കള്ള ലക്ഷണം വിട്ടുപോകുന്നില്ല.
കുറച്ച് കഴിയുമ്പോൾ അവൻ അവളോട് ചോദിക്കും, നിന്റെ പേരെന്തായിരുന്നു? അവൾ മീസോ എന്ന് പറയുമ്പോൾ നല്ല സുന്ദരി കൊച്ചുങ്ങൾക്കുള്ള പേരാന്ന് പറഞ്ഞ്, എന്നാൽ നമുക്ക് ഈ കാട്ടിലൂടെ കുറച്ചൊന്ന് നടന്നാലോ എന്ന് ചോദിക്കും. അതിന് അവൾ പറയും, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി, അതുകൊണ്ട് കാട്ടിലേക്കൊന്നും പോകാനുള്ള സമയമല്ല, ചിലപ്പോൾ അവരെന്നെ തിരക്കിയാലോ, നമുക്ക് കുറച്ചകലെ വരെ നടക്കാമെന്ന് പറയും. എന്നാൽ അവർ ആ കാടിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് ലോഡ്ജിൽ നിന്ന് മീനെ കാണുന്നുണ്ട്. അവളാണെങ്കിൽ ഈ കാര്യം ആരോടും പറയുന്നുമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്തും വീട്ടുകാർ വിചാരിക്കുക അവൾ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വരാത്തതെന്നാണ്. എന്നാൽ ഇവിടെ കാട്ടിലൂടെ നടക്കുന്ന പെണ്ണ് വീഴാനായിട്ട് പോകുമ്പോഴൊക്കെ ആ ജാക്കറ്റിക്കാരൻ പിടിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ പിടുത്തം വേറൊരു ശൈലിയിലേക്ക് വരുന്നുണ്ട്. അവൾക്കും അത് മനസ്സിലാക്കാം. ചെറിയൊരു പ്രേമം അവരുടെ ഇടയിൽ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് അവർ തീ കത്തിച്ച് ചൂട് കായായിരിക്കും. അന്നേരം അവൻ അവളോട് ചോദിക്കും, നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? ആ കുറച്ച് ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് അവളും പറയും. നിങ്ങൾ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? അന്നേരം അവൾ കുറച്ചൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ കിസ് ചെയ്തിട്ടുണ്ടോ? അതിനവൾ കുറച്ചൊക്കെ കിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതിന് ജാക്കറ്റുകാരൻ, എന്നാൽ നമുക്കിപ്പോൾ ഒന്ന് കിസ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുപോകുമ്പോൾ അവൾക്കാണെങ്കിൽ കിസ് ചെയ്യണമെന്നൊന്നുമില്ല. വീട്ടിൽ ചേട്ടനും മിനയും ഒരുമിച്ചിരുന്ന് TV കാണുമ്പോൾ ചേട്ടൻ ചോദിക്കും, മീസ എവിടെ പോയി? ചേച്ചി എവിടെ പോയി? മിന പറയും, അവൾ 208 റൂമിലെ ആ ജാക്കറ്റുകാരനുമായിട്ട് ആ കാട്ടിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. അതിനവൻ, എന്നാ പിന്നെ ഇതെല്ലാം നേരത്തെ പറയേണ്ടതെന്ന് ചോദിച്ച് ആ കാട്ടിലേക്ക് ഓടി ചെല്ലും. അവൻ ഉറക്കെ മീസോ മീസോ എന്ന് വിളിക്കുന്നുണ്ട്. അവളാണെങ്കിൽ കേൾക്കുന്നില്ല. ഇവിടെ കാര്യങ്ങളാണെങ്കിൽ കുറച്ച് വഷളായിട്ട് വന്നിട്ടുണ്ട്. ഈ ജാക്കറ്റുകാരൻ കിസ് ചെയ്യാൻ എത്ര നോക്കിയിട്ടും അവളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അതിനവൻ പറയും, നീ എന്നെ ഇങ്ങനെ കളിപ്പിക്കല്ലേ, എനിക്ക് ദേഷ്യം വരും. പെട്ടെന്ന് അവൻ അവളെയും താഴെ കിടത്തി അവൾ അബ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. അവൾ അല്ലറി വിളിക്കാൻ നോക്കുമ്പോൾ അവളുടെ വായ പൊത്തി പിടിക്കും. അന്നേരം ചേട്ടൻ ഇവിടെ നിന്ന് മീസോ മീസോ എന്ന് ഉറക്കെ വിളിക്കുന്നത് അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിനൊരു മറുവിളി കേൾക്കാനായിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല. അവനാണെങ്കിൽ അവളുടെ വായ പൊത്തി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് ചേട്ടൻ അവിടെ എത്തി ആ ജാക്കറ്റുകാരനെ പിടിച്ച് ബേക്കിലേക്ക് വലിച്ചിടും. അവനാണെങ്കിൽ അപ്പം തന്നെ എഴുന്നേറ്റ് അടിക്കാനായിട്ട് കാത്തു നിൽക്കാവും. അതിന് ചേട്ടൻ പറയും, നീ അടിക്കാൻ മാത്രമൊക്കെ ആയോ, ആണുങ്ങളെ പോലെ, എന്നാ വാടോന്ന് പറഞ്ഞ് അവനും ആക്ഷനിലിറങ്ങും. എന്നാൽ ജാക്കറ്റുകാരൻ ചെറിയൊരു ആക്ഷൻ ഇടുമ്പോഴേക്ക് ചേട്ടൻ പേടിച്ചു പോകും. എന്നാലും ധൈര്യമുള്ളവനെ പോലെ അവൻ ഇടിക്കാനായിട്ട് ഓടി ചെല്ലുമ്പോൾ അവൻ താഴെ കിടത്തി അവൻ്റെ തലക്കിട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ തലവേദന ആവുന്നുണ്ടേ എന്നും പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും. അന്നേരം ജാക്കറ്റുകാരൻ കൈയെടുക്കും. അവനാണെങ്കിൽ ഇവനെ കൊല്ലണം എന്നൊന്നുമില്ല. ചേട്ടൻ ഒരു കല്ലുമായിട്ട് എഴുന്നേൽക്കുമ്പോൾ ജാക്കറ്റുകാരൻ പറയും, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഞാൻ പൊക്കോളാം. എന്തായാലും നല്ലൊരു ബെസ്റ്റ് കാരനാണ് ജാക്കറ്റുകാരൻ പറഞ്ഞേ. ഇത്രയും ചെയ്തു വെച്ചിട്ട് സോറി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. ചേട്ടൻ എഴുന്നേറ്റ് അവൻ്റെ തലയിൽ കൈവച്ച് നോക്കുമ്പോഴാണ് അവൻ്റെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് ജാക്കറ്റുകാരനെ ഒന്നുകൂടി ഇടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ജാക്കറ്റുകാരൻ അവൻ്റെ തല ഇറുക്കി പിടിച്ച് അവൻ്റെ തലയുടെ കൂമ്പിനിട്ട് കാലുകൊണ്ട് ഇടിക്കും. വീണ്ടും എനിക്ക് വേനാവുണ്ടേ എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ആ പിടിയിന്ന് ഊരി മാറി വരും. എന്നാൽ ഇപ്പോൾ ജാക്കറ്റുകാരൻ അവനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അയാളും ആ കാട്ടിലൂടെ തിരിച്ചു പോകാനായിട്ട് നോക്കാണ്. എന്നാൽ പോകുന്ന വഴിക്ക് മുഴുവൻ വഴുക്കലുള്ള പാറകളായിരിക്കും. താഴെയാണെങ്കിൽ വലിയൊരു കൊക്കയാണുള്ളത്. എന്നാൽ ചേട്ടച്ചാര് അയാളുടെ പിന്നാലെ ചെല്ലുമ്പോൾ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കും. അപ്പോഴേക്ക് ചേട്ടച്ചാര് അയാൾ ഒരൊറ്റ ഉന്തായിരിക്കും താഴേക്ക് വീഴാൻ നേരത്തും അങ്ങേർക്കൊരു കൊമ്പിൽ പിടുത്തം കിട്ടും. എന്നാൽ പിടിച്ച് കയറാനായിട്ടുള്ള സമയം കിട്ടില്ല. ആ കൊമ്പൊടിഞ്ഞ് അയാൾ ആ കൊക്കയിലേക്ക് ഒരൊറ്റ വീഴ്ചയായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ചേച്ചി വീട്ടിലെത്തിയിട്ട് കരച്ചിലായിരിക്കും. അനിയത്തിയാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. മിനിയാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാതെ കിടക്കാണ്. ചേട്ടനും തൊട്ടപ്പുറത്തുള്ള മുറിയിൽ വന്നിട്ട് അവൻ്റെ മുറിവിലെല്ലാം മരുന്ന് വെക്കുകയായിരിക്കും. കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ വീട്ടിലേക്ക് നല്ലപോലെ തണുത്ത കാറ്റ് വരുന്നത് കണ്ട് അമ്മ എന്താണെന്നറിയാനായിട്ട് റിസപ്ഷനിലേക്ക് ചെല്ലും. അന്നേരം പുറത്തുള്ള വാതിൽ തുറന്ന് കിടക്കാവും. ആ വാതിൽ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ താഴെ ചോരത്തുള്ളികൾ കിടപ്പുണ്ടാകും. അമ്മ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ബേക്കിൽ ആരെയും കാണുന്നില്ല. നല്ലപോലെ പേടിയാവുന്നുണ്ട്. ഡൈനിങ് ഹാളിലെ ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് ആ ജാക്കറ്റുകാരൻ ചോരയിൽ കുളിച്ച് ഒരു തൂമ്പയും പിടിച്ച് നിൽക്കുന്ന കാണുക. അമ്മ ഒരൊറ്റ ആർപ്പായിരിക്കും. ആ വീട്ടിൽ എല്ലാവരും ആ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ ജാക്കറ്റുകാരൻ മീസോയുടെ റൂമിലേക്ക്, ചേച്ചിയുടെ റൂമിലേക്കായിരിക്കും പോകുന്നത്. ആ ഡോറ് തുറന്ന് അങ്ങേര് അത് ലോക്ക് ചെയ്യാനായിട്ട് വാതിലിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ പെട്ടെന്നായിരിക്കും മാമൻ ഓടി വന്ന് ആ ഡോറ് തുറക്കുക. ആ ഡോറ് തലക്കടിച്ച് ജാക്കറ്റുകാരൻ ഒരൊറ്റ വീഴ്ചയായിരിക്കും. അത് കണ്ട് മാമനും ഞെട്ടും. കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടുകാരെല്ലാവരും ആ ബോഡിയുടെ അടുത്തെത്തും. കൂടെ തന്നെ കുള്ളൻ ചേട്ടനും വരുന്നുണ്ട്. ആ ബോഡിയിലേക്ക് ചെവി വെച്ച് നോക്കിയിട്ട് കുള്ളൻ ചേട്ടൻ പറയും, ആരാ മീസോയുടെ ചേട്ടൻ? മീസോയുടെ ചേട്ടൻ എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടു എന്നാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് ദേഷ്യം പിടിച്ച് ആ കുള്ളൻ ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ മീസോയുടെ ചേട്ടൻ തന്നെ ആ താഴെ ഇരിക്കുന്ന തൂമ്പ എടുത്ത് കൈ പിടിക്കും. അത് കാണുമ്പോൾ അയാൾ പറയും, അവൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല, എന്തോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനിവിടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും. അതിന് ചേട്ടൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് ചോദിച്ച് ആ തൂമ്പി എടുത്ത് പൊക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ജാക്കറ്റുകാരനെ അവരെല്ലാവരും കൂടെ ചേർന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടും. ഇപ്പോഴാ പറമ്പിൽ എവിടെ തെരഞ്ഞു നോക്കിയാലും ബോഡി കിട്ടുന്നൊരവസ്ഥയാണ്. എന്നാൽ കുള്ളൻ ചേട്ടനെ അവരുടെ ഗാരേജിൽ തന്നെ കെട്ടി പൂട്ടി വെക്കും. പിറ്റേന്ന് രാവിലെ തന്നെ റോഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും.
അവരാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കുഴിച്ച് നോക്കുന്നുണ്ട്. അവർ കുഴിച്ചിട്ട ബോഡികളാണെങ്കിലും ആ ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് എന്തായാലും ആ ബോഡി അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അന്ന് തന്നെ അച്ഛനെ ആ ഗ്രാമത്തലവൻ പാർക്ക് അങ്ങേരുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. അച്ഛൻ ചെല്ലുമ്പോൾ അങ്ങേര് പറയും, നിങ്ങൾ നിൽക്കുന്ന ആ മല ഇത്രയും കാലം ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു. എന്നാൽ ഇതെടുത്ത് ഗവൺമെന്റ് അതിനു മേലെയുള്ള വിലക്കുകളെല്ലാം മാറ്റി. ഇപ്പൊ അത് എൻ്റെ പേരിലേക്കാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ എൻ്റെ പേരിലല്ല, അച്ഛൻ്റെ പേരിലാണ്. അച്ഛനാണെങ്കിൽ അത് എൻ്റെ പേരിലൊന്നും എഴുതി തരാൻ പോകുന്നില്ല. അച്ഛൻ എന്നെക്കാളും ഇഷ്ടം എൻ്റെ അനിയത്തിയോടാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ചൊവ്വാഴ്ച ഞാൻ അച്ഛനെ ഒരു ബിസിനസ് ആവശ്യത്തിനാണെന്നും പറഞ്ഞ് നിന്റെ ലോഡ്ജിലേക്ക് വിളിക്കും. കൂടെ തന്നെ അവളും ഉണ്ടാവും. എന്നാൽ അവളുള്ള കാര്യം പുറത്ത് ആരും അറിയാൻ പാടില്ല. പിന്നെ അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കും. നീ ഒന്നും അറിഞ്ഞില്ല എന്ന് വെക്കണം. നീ ഒന്നും അറിഞ്ഞില്ല, നിനക്കൊന്നും അറിയില്ല. അച്ഛനും തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം ആ ഗ്രാമത്തലവൻ പാർക്ക് അവർക്ക് ആ ലോഡ്ജ് വിറ്റത് ചെറിയൊരു വിലയ്ക്കാണ്. എന്തായാലും ഞങ്ങൾ വരുന്ന ദിവസം ഞാൻ നിന്നെ കോൾ ചെയ്ത് അറിയിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിലൂടെ എന്ന് പാർക്ക് പറയും. അന്ന് രാത്രി തന്നെ അച്ഛനും ടീമും അവർ കുഴിച്ചിട്ട ബോഡികളെല്ലാം കുഴിച്ചെടുത്ത് അവർ ലോഡ്ജിൻ്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കുഴിച്ചിടും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ എല്ലാവരും കുളിച്ച് ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത്. അന്നേരം അച്ഛൻ പറയും, നമ്മളെല്ലാവരും കുഴിയെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വിദഗ്ധരായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കുഴി എടുക്കാനായിട്ട് 1 മണിക്കൂറിലധികം സമയമെടുത്തു. എന്നാൽ ഇപ്പോഴുള്ള കുഴി അവൻ വെറും 1/2 മണിക്കൂർ കൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ആ കുഴിക്ക് ഒരു ബോഡി കുത്തനെ നിർത്തിയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റിയ വലുപ്പമുണ്ടായിരുന്നു. അതും കേട്ട് അവരെല്ലാവരും ചിരിക്കും. അങ്ങനെ വാർത്ത വെച്ച് നോക്കുമ്പോൾ വാർത്തയിലും പറയുന്നത് നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് വന്ന ചാരന്മാരിൽ 7 പേര് മരണപ്പെട്ടു. എന്നാൽ അവരെയെല്ലാം പിടിച്ചിട്ടുള്ളത് അവരുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നിട്ടുമാണ്. അതിന് ചേട്ടൻ പറയും, അവരെയെല്ലാം ഇങ്ങോട്ട് താ, ഞാൻ ജീവനോടെ വേണമെങ്കിൽ കുഴിച്ചിട്ട് തരാം. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും വീണ്ടും ചിരിക്കും. ആദ്യമൊക്കെ ഇത് പേടിയായിരുന്നെങ്കിലും അവരിപ്പോൾ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് തന്നെ ലോഡ്ജിലേക്ക് പാർക്കിൻ്റെ അച്ഛനും അവൻ്റെ അനിയത്തിയും എത്തിയിട്ടുണ്ടാവും. അനിയത്തിയാണെങ്കിൽ കുറച്ച് മോഡേൺ ആണ്. അവൾ ആവശ്യമില്ലാത്ത കാശ് ചെലവാക്കുമെന്നാണ് പാർക്ക് ഇവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയും ആണെങ്കിൽ അവരെ വരവേൽക്കാനായിട്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. അകത്തേക്ക് വരുന്ന സമയത്ത് പാർക്ക് അവരോട് എന്തൊക്കെയോ കണ്ണോട് കാണിക്കുന്നുണ്ട്. എന്നാൽ ലോഡ്ജിൻ്റെ ജനലിൽ കൂടെ മാമനും മക്കളും ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. മാമനാണെങ്കിൽ ആ പെണ്ണിനെ കാണുമ്പോൾ പാർക്കിൻ്റെ അനിയത്തിയെ കാണുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നും. മാമൻ പറയും, ഒരു വിത്തിന്ന് തന്നെയാണ് ഈ 2 എണ്ണം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിന് മിന പറയും, വിത്തൊന്നാണെങ്കിലും ചിലപ്പോൾ മണ്ണ് വേറെ ആണെങ്കിലോ. അവർ രണ്ടുപേരും അവൾ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ അവക്കാണെങ്കിലും മുഖത്ത് മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ സംസാരത്തിൻ്റെ ഇടയിൽ അവർ ഈ ലോഡ്ജിൽ എത്തിയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ മാമൻ അറിയാത്ത പോലെ ആ മീനോട് സംസാരിച്ച് നിൽക്കും. പാർക്കിൻ്റെ അച്ഛനും അനിയത്തിയും ആണെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലും. അന്നേരം പാർക്ക് അച്ഛനെ വിളിച്ച് കൊണ്ടുവന്ന് പറയും, ഇന്ന് രാത്രി 12 മണി അർദ്ധരാത്രിക്ക് ഒരാൾ ഇങ്ങോട്ട് കയറി വരും. അയാൾക്ക് അവർ കിടക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത മുറി തന്നെ കൊടുക്കണം. കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, ആ റൂം കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും. ശരിക്കും ആ അനിയത്തിക്കിട്ട് പണിയാനാണ് പാർക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. എന്നാൽ അകത്തേക്ക് കയറിയ പെങ്ങള് അപ്പം തന്നെ മാറ്റി മിനയുടെ കൂടെ വീടിന് പുറത്തേക്ക് ഇറങ്ങും. അവരിപ്പോൾ അവളുടെ കുടുംബ മലയായ ആ മല കാണാനായിട്ട് പോവുകയാണ്. അച്ഛനും അമ്മയും ഓടി വന്ന് അറിയാത്ത പോലെ ചോദിക്കും, നിങ്ങളിപ്പോൾ പോയാൽ രാത്രി 12 മണിക്ക് മുന്നേ തന്നെ തിരിച്ചെത്തില്ലേ? അതിനവർ, എന്താ ഞാൻ അവിടെ കൂടാനൊന്നും പോവല്ല, ഞാൻ ഇപ്പം തന്നെ തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവരൊരുമിച്ച് പോകും. അന്നേരം മാമനും ഉണ്ടാവും അവരുടെ പിന്നാലെ തന്നെ ചെല്ലുന്നത്. അച്ഛൻ, നീ എന്തിനാടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മാമൻ പറയും, മലയുടെ മുകളിലുള്ള ലോഡ്ജിൽ താമസിക്കുന്ന എനിക്ക് ഒരു മല കയറാനായിട്ട് എന്തെങ്കിലും കാരണം വേണോ? എന്നിട്ട് അവനും അവരുടെ പിന്നാലെ തന്നെ ഓടിച്ചെന്ന് മല കയറും. മുകളിലെത്തിയിട്ട് മാമൻ അവളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. അവളോട് മിഠായി വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ സമയമായെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് ഇറങ്ങും. അന്നേരം അവർ ഗാരേജിൽ കെട്ടിവെച്ചിരുന്ന ആ കുള്ളൻ മനുഷ്യന് അമ്മ പോയിട്ട് ഭക്ഷണം കൊടുക്കാവും. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് വായെല്ലാം തുടച്ചു കൊടുത്ത് കണ്ണും വായൊക്കെ ഒട്ടിച്ചു വെച്ച് തിരിച്ചിറങ്ങുന്ന സമയത്താണ് മുന്നിൽ തന്നെ ഒരു പോലീസുകാരൻ. അയാൾ ചോദിക്കും, നിങ്ങളുടെ ഗാരേജിൽ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടോ? അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരിക്കും. പോലീസുകാരൻ പറയും, ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളുകളെ മിസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞ് കേസ് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ട് വന്നതാണ്. നിങ്ങളുടെ ഗാരേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവോ എന്ന് ചോദിക്കും. അതിനമ്മ പറയും, ഗാരേജിലെ സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതിന് പോലീസുകാരൻ, ഗാരേജ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ടാണല്ലോ കിടക്കുക, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അയാളും കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കില്ല. ഞാൻ മല കയറി വന്നതുകൊണ്ട് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അമ്മ വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ പോലീസുകാരൻ അവിടെ ചുറ്റുമുള്ള സ്ഥലത്ത് പരിശോധിക്കുകയായിരിക്കും. അന്നേരമാണ് അവിടുന്ന് ഒരു ലൈറ്റർ കാണുക. അങ്ങനെ അതും കയ്യെ പിടിച്ച് നോക്കുമ്പോഴാണ് അമ്മ വെള്ളമായിട്ട് വരുന്നത്. അയാൾ അപ്പം തന്നെ അത് പോക്കറ്റിലിട്ട് ആ വെള്ളം കുടിച്ചിട്ട് അവിടുന്ന് പോകും. അമ്മ ഈ കാര്യം അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, എന്നാൽ പിന്നെ ആ കുള്ളനെ നമുക്ക് വീടിൻ്റെ മേലേക്ക് മാറ്റാം. അതിന് അമ്മ പറയും, എന്നാൽ പിന്നെ ആ ബോഡികൾ മാറ്റണ്ടേ?
മൊത്തമായിട്ട് എത്ര ബോഡി ഉണ്ടെന്ന് അവർ എണ്ണി നോക്കുമ്പോൾ അവർക്കും ഓർമ്മയില്ല. അപ്പോൾ എത്ര ബോഡികളാണ് അവർ കുഴിച്ചിട്ടതെന്ന് അവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ഇവിടുന്ന് പോയ പോലീസുകാരൻ സ്റ്റേഷനിൽ നിന്ന് ഒരു ചുള്ളം പോലീസുകാരനോട് പറയുന്നുണ്ട്, നീ ഇന്ന് രാത്രി ആ ലോഡ്ജിൽ പോയി താമസിക്കണം. അവിടെയുള്ളവർക്ക് എന്തൊക്കെയോ ചെറിയ വശപ്പിശകുകളുണ്ട്. ആ മിസ്സായവരും അവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ജോലി ആ ലോഡ്ജിലാണെന്ന് പറയും. രാത്രി അമ്മയും അച്ഛനും ആ കൊലയാളിയെ കാത്തിരിക്കുകയാണ്. കറക്റ്റ് 12 മണിയാകുമ്പോൾ അങ്ങേര് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമ്മയ്ക്കും അച്ഛനും സംശയമായിരിക്കും, അങ്ങേര് ഇവിടെ വന്ന ഈ റൂം എങ്ങാനും മാറിപ്പോകുമോ. അതിന് അച്ഛൻ, എനിക്ക് അതൊന്നുമല്ല, സ്വന്തം കൂടെപ്പിറപ്പിനെ കൊല്ലാനായിട്ട് കാണിച്ച ആ പാർക്കിന്റെ മനസ്സാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ ഇവർ ഈ ചർച്ച ചെയ്യുന്നതെല്ലാം താഴെ കിടന്നുകൊണ്ട് മകൾ കേൾക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയായിരിക്കും. ആ മഴയത്ത് ഒരു മഞ്ഞ കോട്ടിയിട്ടയാൾ ഒരു ടോർച്ചും പെട്ടിയും പിടിച്ചുകൊണ്ട് ആ മല കയറി വരുന്നുണ്ട്. എന്നാൽ അവിടെ മൊത്തം വഴുക്കലായതുകൊണ്ട് അങ്ങനെ ആ വഴുക്കലിൽ പെട്ട് താഴോട്ട് തന്നെ തെന്നി തെന്നി തിരിച്ചു പോകും. അങ്ങനെ കൃത്യം 11:45 അമ്മ വീട്ടിലുള്ള എല്ലാവരെയും ഉറങ്ങാനായിട്ട് എല്ലാവരെയും പറഞ്ഞു വിടും. അന്നേരം മാമൻ പാർക്കിന്റെ അനിയത്തിയെ ഒളിഞ്ഞു നോക്കാവും. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെ നിന്ന് മറിഞ്ഞു കളയും. എന്നാൽ തൊട്ടിപ്പുറത്ത് നിന്ന് അവൾക്ക് അവനെ നല്ലോണം കാണാം. നിങ്ങളെന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങൾ ഉറങ്ങാനായില്ലേ എന്ന് അവൻ ചോദിക്കും. അതിനവള്, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് ചിരിച്ചുകൊണ്ട് കയറും. അപ്പോഴേക്ക് അമ്മയും വന്നിട്ട് മാമനോട്, എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, ഉറങ്ങാനുള്ള സമയമായില്ലേ, പോയി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവനെ ഉറങ്ങാനായിട്ട് വിടും. അങ്ങനെ കൃത്യം 12 മണിയായി. ലോഡ്ജിൽ 12 മണിയുടെ മണി മാത്രം മുഴങ്ങി കേൾക്കാം. മിനയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. അവളാണെങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന എന്തൊക്കെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെന്താണെന്നറിയാനായിട്ട് വാതിലും തുറന്ന് നോക്കിയിരിപ്പാവും. അന്നേരം ഉണ്ടാവും ഒരു നീല കോട്ടിട്ട മനുഷ്യൻ ലോഡ്ജിലേക്ക് കയറി വരുന്നത്. അതാണ് ആ കൊലയാളിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അത് ശരിക്കും ആ പോലീസുകാരനായിരിക്കും. എന്നാൽ അമ്മയും അച്ഛനും വിചാരിക്കുന്നത് അതാണ് കൊലയാളിയെന്നായിരിക്കും. അവനുള്ള കീ കൊടുത്ത് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കും. അച്ഛനാണെങ്കിൽ അത് കഴിഞ്ഞ് എന്തോ ഒരു കഥകളിയും കാണിക്കുന്നുണ്ട്. പോലീസുകാരൻ എൻ്റെ റൂം നമ്പർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, അത് നിങ്ങളിഷ്ടം പോലെ, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയും. ഇവർക്കൊന്നും അറിയാത്ത പോലെയാണ് ഇവരെ നിൽക്കുക. എന്നാൽ പോലീസുകാരൻ വിചാരിക്കും അയാൾ ഇങ്ങോട്ട് അന്വേഷണത്തിന് വന്ന കാര്യം ഇവർക്കറിയാമെന്ന്. അവൻ പറയും, നിങ്ങൾക്കപ്പോൾ കാര്യങ്ങളൊക്കെ അറിയല്ലേ, എന്നാൽ ഓക്കെ എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോകുമ്പോൾ അച്ഛൻ ചോദിക്കും, നിങ്ങൾക്ക് കുടിക്കാനായിട്ട് ബിയർ എന്തെങ്കിലും വേണോ. അതിനവൻ പറയും, ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിക്കാറില്ല. അതിനച്ഛൻ, നിങ്ങൾ ഹൈലി പ്രൊഫഷണൽ തന്നെയാന്ന് പറയും. അങ്ങനെ അവൻ അവൻ്റെ റൂമിലേക്ക് ചെല്ലും. അച്ഛനും അമ്മയാണെങ്കിൽ എന്തായാലും കൊലയാളി വന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവർ ഡ്യൂട്ടിയിൽ മാറിയിട്ട് മൂത്ത മോനെ ഡ്യൂട്ടിക്കായിട്ട് ഇരുത്തും. അങ്ങനെ 12:15 സമയമാകുമ്പോൾ ഒരു മഞ്ഞ കോട്ടിയിട്ട അയാൾ ആ ലോഡ്ജിലേക്ക് കയറി വരും. എന്നാൽ അയാളാണ് പാർക്കിൻ്റെ അനിയത്തിയെ കൊല്ലാൻ വന്ന ആ കൊലയാളി പവനായി. അയാൾ ചേട്ടൻ്റെ മുന്നിൽ വന്നിട്ട് മോന്തയെ കുറിപ്പിച്ചൊരൊറ്റ നിപ്പാവും. എന്നാൽ ഇതെല്ലാം തൊട്ട് പിന്നീന്ന് മിന കാണുന്നുണ്ട്. എന്നാൽ മിന അറിയാത്ത പോലെ തൊട്ടടുത്തുള്ള മാമൻ്റെ റൂമിലേക്ക് കയറി ചെല്ലും. എന്നാൽ ചേട്ടനാണെങ്കിൽ ഇത് കൊലയാളിയാണോ മലയാളിയാണോ എന്നൊന്നും അറിഞ്ഞൂടാ. അവൻ റൂമിൻ്റെ കീയും കൊടുത്ത് 30,000 വോൺസ് ചോദിക്കും. അതിന് അയാൾ പറയും, നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും കിട്ടിയില്ലേ. അതിന് ചേട്ടൻ പറയും, മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും 30,000 വോൺസ് തന്നെ വേണം. അതിന് അയാൾ ഒന്നുകൂടെ പറയും, ഞാൻ 12 മണിക്ക് വരേണ്ട ആളായിരുന്നു, വഴി തെറ്റിപ്പോയി, അതാണ് 12:15 ആയത്. ചേട്ടൻ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് 12:15 ആണെങ്കിലും നിങ്ങൾ 30,000 വോൺസ് എന്നെ തരണമെന്ന് പറയും. അയാൾ എന്തേലും പോട്ട് പണ്ടാരെന്ന് വിചാരിച്ചിട്ട് 30,000 വോൺസ് അവന് കൊടുത്ത് അയാളുടെ മുറിയിലേക്ക് ചെല്ലും. അപ്പോഴേക്കും മീന മാമനെയും കൂട്ടിയിട്ട് ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. മാമൻ ചോദിക്കും, ഇപ്പോൾ ഒരാൾ വന്നിരുന്നോ. അതിന് ചേട്ടൻ പറയും, ആ ഒരു മുരടം വന്നിരുന്നു, അയാൾ റൂമിലേക്ക് പോയി. മാമൻ അപ്പോഴേക്ക് പാർക്കിൻ്റെ അനിയത്തിയെ കോൾ ചെയ്തിട്ട്, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് കാര്യം പറയും. അനിയത്തിയാണെങ്കിൽ ചേട്ടന് എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം പവനായി റൂമിൽ വന്നിട്ട് അങ്ങേരുടെ പെട്ടിയും തുറന്ന് മലപ്പുറം കത്തിയെടുത്ത് ഡോറിന് തൊട്ടടുത്ത് വന്ന് ചെവി വെച്ച് നോക്കും. അപ്പോഴേക്ക് മാമൻ പാർക്കിൻ്റെ അനിയത്തിയെയും അച്ഛനെയും കൂട്ടിയിട്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അവരെ എങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അവർ പോയി കഴിയുമ്പോഴാണ് പവനായി റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. തൊട്ടടുത്തുള്ള റൂമിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അപ്പം തന്നെ അയാൾ പുറത്തിറങ്ങി ഞെട്ടി നിൽക്കാവും. മുഖത്താണെങ്കിൽ ചോരയുടെ പാടും കാണുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പവനായി റൂമിലേക്ക് തന്നെ വന്നിട്ട് അവിടുന്ന് പെട്ടി നോക്കായിരിക്കും. അപ്പോഴാണ് തൊട്ടു പിന്നിൽ ചേട്ടൻ തൂമ്പയായിട്ട് വന്ന് നിൽക്കുന്നത്. നീ എന്താടോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് പവനായി കത്തി ഒരൊറ്റ ഏറായിരിക്കും. അത് വാതിലായിരിക്കും പോയി തറയ്ക്കുക. അടുത്തത് കൊറിയൻ കത്തി എടുത്ത് എറിയുമ്പോഴേക്ക് ചേട്ടൻ ആ തൂമ്പ വെച്ച് അവൻ്റെ തലക്കിട്ടൊരു അടി കൊടുക്കും. എന്നാൽ പവനായി ഇപ്പോൾ വടിയായിട്ടുണ്ട്. ചേട്ടൻ അവൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന് പറയും, നീ എന്നോട് കുറച്ചെങ്കിലും ബഹുമാനം കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. അങ്ങനെ ചേട്ടൻ തന്നെ ആ ബോഡി എടുത്തിട്ട് ഒറ്റയ്ക്ക് ആ മഴയത്ത് കൊണ്ടുപോയി കുഴിച്ചിടും. പിറ്റേന്ന് രാവിലെ മൂത്ത മോള് മീസോ എന്തോ കണ്ട് അലറി വിളിക്കും. അച്ഛനമ്മയെ ഓടിച്ചെല്ലുമ്പോൾ അവർ കാണുന്നത് ആ ബോഡികളായിരിക്കും. തലേന്ന് പെയ്ത മഴയിൽ അവിടെയുള്ള മണ്ണെല്ലാം ഒലിച്ചു പോയിട്ട് ആ ബോഡികൾ ഇപ്പം നല്ല പോലെ കാണാൻ പറ്റും. അച്ഛൻ അമ്മയോട് മാമനെയും മോനെയും വിളിച്ചു വരാനായിട്ട് പറയുമ്പോൾ അമ്മ ഓടിച്ചെന്ന് ആ പവനായി അവിടെ ഉണ്ടോയെന്നായിരിക്കും നോക്കുക. എന്നാൽ അങ്ങേരുടെ റൂം തുറക്കാൻ കഴിയുന്നില്ല. അകത്ത് കയറി നോക്കുമ്പോഴാണ് മനസ്സിലാവുക, പോലീസുകാരൻ്റെ നെഞ്ചത്ത് കത്തി കൊണ്ട് അങ്ങേര് മരിച്ചു കിടക്കാണ്. എന്നാൽ അമ്മ വിചാരിക്കുന്നത് ഇതാണ് പവനായി എന്നായിരിക്കും. അമ്മ അത് കണ്ട് അലറി വിളിക്കുമ്പോൾ അച്ഛനും ഓടി അവിടെ എത്തും. എന്നാൽ ഇതുവരെ മാമൻ എവിടെയെന്ന് അവർക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അവർ വീടിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ മാമൻ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നുണ്ടാവും. അച്ഛൻ ചോദിക്കും, പാർക്കിൻ്റെ പെങ്ങളും അച്ഛനും എവിടെ.
അവർ ഇന്നലെ രാത്രി ഞാൻ സിയോളിലേക്ക് കയറ്റി അയച്ചു എന്ന് മാമൻ പറയുമ്പോൾ അച്ഛൻ അവനെ പൊതിരെ അടിക്കാൻ തുടങ്ങും. അച്ഛൻ വിചാരിക്കുക അവരെ രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് ഇവൻ പവനായിയെ കൊന്നു എന്നാണ്. അതിന് ചേട്ടൻ കയറി വന്ന് പറയും സത്യം അതൊന്നുമല്ല വേറെയാണെന്ന് പറയുമ്പോൾ അച്ഛൻ അവനെ പിടിച്ചൊരൊറ്റ തള്ളായിരിക്കും. അവൻ കോണിപ്പടിയിൽ തലക്കടിച്ച് അവൻ്റെ ബോധം പോകും. അവരപ്പോഴേക്ക് ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്താ പേര്? അതിന് അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ പേരല്ല. അതിന് അമ്മയുടെ പേരും പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് എന്താടോ തമാശ കളിക്കുകയാണോ? ഈ രോഗിയുടെ പേരെന്താ, പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അവൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് ഡോക്ടർ ആ പേര് വിളിക്കായിരിക്കും, അവനെ വിളിക്കായിരിക്കും. അതിന് മാമൻ പറയും കുറേ സമയമായിട്ട് ഞങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഡോക്ടേഴ്സ് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് വരാമെന്ന് പറയും. എന്നാൽ മാമനും മക്കൾക്കും എല്ലാവർക്കും അവരുടെ കൂടെ പോകണം. അതിന് മാമൻ എന്നാൽ പിന്നെ ഞാൻ വേനെടുത്ത് വരാമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ പിന്നാലെ ചെല്ലും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രാമത്തലവൻ പാർക്ക് ലോഡ്ജിലുള്ള കാര്യങ്ങളൊക്കെ എന്തായി, അനിയത്തി മരിച്ചോ എന്നൊക്കെ അറിയാനായിട്ട് ലോഡ്ജിലേക്ക് എത്തും. എന്നാൽ അകത്തൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോഴാണ് കാണുക അച്ഛനും അമ്മയും കൂടെ ആ പോലീസുകാരൻ്റെ ബോഡി പുറത്തേക്ക് കൊണ്ടുവരികയായിരിക്കും. പാർക്കിനെ കാണുമ്പോൾ തന്നെ അവരും ഞെട്ടും. പാർക്ക് ആ ബോഡിയിലേക്ക് നോക്കി ചോദിക്കും ഇതാരാ? അതിനച്ഛൻ പറയും ഇതല്ലേ കൊലയാളി പവനായി. പാർക്കിന് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലാകുമ്പോൾ അങ്ങനെ മെല്ലെ എസ്കേപ്പ് ആവാനായിട്ട് നോക്കും. അച്ഛൻ അപ്പോഴേക്ക് അങ്ങേരുടെ കോളർ പിടിച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത് എല്ലാം എനിക്ക് അറിയണമെന്ന് പറയും. അവർ രണ്ടുപേരും അടിയുണ്ടാക്കി താഴെ വീഴുമ്പോൾ പാർക്ക് പോലീസുകാരൻ്റെ നെഞ്ചത്തിൽ നിന്ന് ആ കത്തിയൂരി എടുത്ത് അച്ഛൻ്റെ കൈക്കിട്ട് ഒരൊറ്റ വെട്ടായിരിക്കും. പിന്നെയും കത്തിയോട് കുത്താനായിട്ട് വരുമ്പോൾ അച്ഛൻ അയാളുടെ കോളറിന് പിടിച്ച് ഒരൊറ്റ ഉന്തായിരിക്കും. അങ്ങനെ കേരംസ് തട്ടി വിട്ട പോലെ സ്മൂത്തായിട്ട് സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണ് തലക്കടിച്ച് മരിക്കും. ഇപ്പം എത്ര പേര് മരിച്ചു എന്ന് നമുക്കും അറിഞ്ഞൂടാ. എത്രയോ പേര് അവിടെ ഇവിടെയായിട്ട് മരിക്കുന്നുണ്ട്. ഈ ലോഡ്ജിലേക്ക് വന്നവരിൽ ഭൂരിഭാഗം ആളുകളും മരിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് കുള്ളൻ ചേട്ടൻ ലോഡ്ജിൻ്റെ ഏതോ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരും. അച്ഛനും അമ്മയും കൂടെ അങ്ങനെ ഏതോ ഒരു മുറിയിലേക്ക് മാറ്റിയിരുന്നല്ലോ. അങ്ങനെ പുറത്ത് വന്ന് കണ്ണും കാലും ഒന്നും കാണാതെ, കാലില്ല അതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണ്, കണ്ണ് കാണാതെ ചാടി ചാടി വന്ന് ഡോറിനിട്ട് തലയടിക്കും. എന്നാൽ ഈ ശബ്ദം 2 കന്നാസിൽ നിറച്ച് മണ്ണെണ്ണയായിട്ട് ഗാരേജിലേക്ക് പോകുന്ന അമ്മ കേൾക്കുന്നുണ്ട്. അമ്മ എപ്പോഴേക്ക് വീട്ടിലേക്കുള്ള കറണ്ട് മുഴുവനും ഓഫ് ചെയ്ത് കളയും. ഗാരേജിൽ അച്ഛൻ എല്ലാ ബോഡികളും കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിക്കായിരിക്കും. എല്ലാം കൂടെ കത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പം തന്നെ അമ്മയും ഗാരേജിനകത്തേക്ക് കയറും. അവിടെ മൊത്തം മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ അച്ഛൻ ചോദിക്കും നീ എന്താ ഈ ലോഡ്ജ് മൊത്തം കത്തിക്കാൻ പോവുകയാണോ? ഈ ഗാരേജ് മാത്രം മതി എന്ന് പറയും. അന്നേരം തന്നെയാണ് കുള്ളൻ ചേട്ടൻ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങുന്നത്. എന്നാൽ അങ്ങേരുടെ തൊട്ട് മുന്നിൽ തന്നെ അവരുടെ പട്ടി നിന്ന് കുരയ്ക്കുന്നുണ്ടാവും. അയാൾ പേടിച്ച് ചാടി ചാടി ഗാരേജിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഓടുന്നത്. ഓടിച്ചെന്ന് ഗാരേജിൻ്റെ വാതിലിന് ഒരൊറ്റ ഇട്ടിടിക്കുമ്പോൾ ആ വാതിലിൽ തന്നെ അവരൊരു മണ്ണെണ്ണ വിളക്ക് വെച്ചിരുന്നു. അത് താഴെ വീണ് അവിടെ അമ്മ ഒഴിച്ചു വെച്ച മണ്ണെണ്ണയെല്ലാം കത്താൻ തുടങ്ങും. കൂടെ തന്നെ അവരുടെ കാലിലും തീ പിടിക്കുന്നുണ്ട്. അവരെങ്ങനെയൊക്കെയോ അത് കെടുത്താൻ നോക്കുമ്പോൾ കണ്ണ് കെട്ടിയ കുള്ളൻ ചേട്ടൻ ഒന്നും അറിയാതെ അവിടുന്ന് ചാടി ചാടി മല ഇറങ്ങി അങ്ങനെ പോവും. അതേ സമയത്താണ് മാമ മക്കളെയും കൊണ്ടിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. മീന വീട്ടിലേക്ക് കയറി ചെന്ന് TV ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ കറണ്ടില്ല. അവൾ അപ്പം തന്നെ അമ്മയെ വിളിക്കും. അന്നേരം അമ്മയും അച്ഛനും കൂടെ ഗാരേജിൽ നിന്ന് എങ്ങനെയൊക്കെയോ അവരുടെ മേലെയുള്ള തീയെല്ലാം തട്ടിപ്പിടച്ച് ഒഴിവാക്കിയിട്ട് അവർ പുറത്തിറങ്ങാനുള്ള പ്ലാനായിരിക്കും. എന്നാൽ മാമനും മക്കളും ഇക്കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഗാരേജ് കത്തുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. മീന കറണ്ടില്ല എന്ന് പറയുന്നത് കേട്ട് മാമൻ വന്ന് നോക്കുമ്പോൾ വീട്ടിലേക്കുള്ള കറണ്ട് സപ്ലൈ മുഴുവൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാമൻ അത് അപ്പം തന്നെ ഓൺ ചെയ്യും. അങ്ങനെ വീട്ടിലേക്ക് മൊത്തം കറണ്ട് വരുന്ന കൂടെ തന്നെ ഗാരേജിലും കറണ്ട് വരുന്നുണ്ട്. അവിടെയുള്ള ബൾബ് മിന്നി മിന്നി ഒരൊറ്റ പൊട്ടിത്തെറിയായിരിക്കും. അതിൻ്റെ സ്പാർക്കിൽ അവിടെയുള്ള മണ്ണെണ്ണ എല്ലാം കത്തി ആ ബോഡിയും കത്തും, കൂടെ ആ ഗാരേജും കത്തും. അവർക്ക് പിന്നെ ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതേ സമയത്ത് കുള്ളൻ ചേട്ടൻ കാട്ടിലൂടെ ഓടി ഓടി ഏതൊക്കെയോ മരത്തിലെല്ലാം പെട്ടിട്ട് അവിടെ കുരുങ്ങി കിടപ്പാവും. അങ്ങേർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അന്നേരം ഗാരേജ് അവിടെ നിന്ന് ആളി കത്താൻ തുടങ്ങും. എന്നാൽ ഇതൊന്നും അറിയാതെ മാമനും മക്കളും കൂടെ TVയും കണ്ട് അവിടെ ചിരിച്ചുകൊണ്ട് ഇരിപ്പാവും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ പോയ ചേട്ടനും തിരിച്ചു വന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവും. എന്നാൽ അച്ഛനും അമ്മയും അവരുടെ കൂടെയില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും അവർ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ നായ ഉണ്ടാവും കൊര. അവരെന്താണെന്നറിയാനായിട്ട് നോക്കുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ടാവും കൈക്കും കാലിനും എല്ലാം കെട്ടി വടിയെല്ലാം കുത്തി പിടിച്ച് വരുന്നു. ആ വലിയ തീകുണ്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരും ഇവരുടെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കും. മക്കളും ഇനി വേറെ ഒന്നും നോക്കില്ല. അവർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുത്ത് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സ്പൂണിൽ കോരിത്തുന്ന ആ നേരത്ത് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അവരെല്ലാവരും പേടിച്ച് ഇതെന്ത് മാറണാവോ അടുത്ത് വരാൻ പോണേന്ന് വിചാരിച്ച് പുറത്തേക്ക് നോക്കും. അന്നേരം അവരുടെ ഡോറിന് ആരോ മുട്ടുന്നുണ്ട്. ഇത് പോലീസാണോ ഇനിയിപ്പോൾ ചാവാനായിട്ട് അടുത്ത ആൾ വന്ന് നിൽക്കുകയാണോന്നൊന്നും അറിഞ്ഞൂടാ. അന്നേരമാണ് തൊട്ട് പിന്നീന്ന് അവരുടെ നായ ശബ്ദം ഉണ്ടാക്കുന്നത്. അവർ തിരിഞ്ഞു നിന്ന് നായയോട് വായ പൂട്ടാനായിട്ട് പറയും. അവിടെ വെച്ച് ദ ക്വയറ്റ് ഫാമിലി എന്ന സിനിമ അവസാനിക്കുന്നു. ഒരു മെനകെട്ട സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല റേറ്റിംഗ് ഉള്ള സിനിമയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. എന്തായാലും ഈ സിനിമ എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.